പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. നന്മയുടെ കരങ്ങൾ. ഈ കഥ കേൾക്കൂ. മഞ്ഞുമൂടിയ കടൽ തീരത്ത് പെൻഗ്വിനുകൾ കൂട്ടമായി താമസിച്ചിരുന്നു. അവരിലെ കുട്ടിക്കുറുമ്പനായിരുന്നു പങ്കു. അവൻ തൻ്റെ അമ്മയോടും കൂട്ടുകാരോടും ഒപ്പം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നു. സമുദ്രത്തിൽ നീന്തി മീൻ പിടിക്കാനും മഞ്ഞുകട്ടയുടെ മുകളിലൂടെ തെന്നി നടക്കാനും അവന് വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവൻ അത്ഭുതത്തോടെ കണ്ടു, താൻ കളിച്ചിരുന്ന ഐസുപാളി ചെറുതാകുന്നു. അമ്മേ, നമ്മുടെ വീട് എന്തുകൊണ്ടാണ് ഉരുകുന്നത്, ഇങ്ങനെ ചെറുതാകുന്നത്? അമ്മ ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഫലമാണ് മോനെ. ഭൂമി വല്ലാതെ ചൂടാവുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. പങ്കു സ്ഥിരമായി പോയിരുന്ന മീൻപിടുത്ത സ്ഥലങ്ങളിൽ മീനുകൾ കുറയാൻ തുടങ്ങി. സമുദ്രത്തിൽ ഒഴുകുന്ന പ്ലാസ്റ്റിക് കഷ്ണങ്ങളും എണ്ണപ്പാടകളും കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് വേദനിച്ചു. ഒരിക്കൽ അവൻ്റെ സുഹൃത്ത് ഒരു പ്ലാസ്റ്റിക് കഷ്ണം ഭക്ഷണമെന്ന് കരുതി കഴിച്ചു. ആകെ അപകടസ്ഥിതിയിലായി. വളരെ പണിപ്പെട്ടാണ് അവനെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഇങ്ങനെയാണെങ്കിൽ നാം എങ്ങനെ ജീവിക്കും അമ്മേ? പങ്കു ദുഃഖത്തോടെ ചോദിച്ചു. അപ്പോൾ അറിവുള്ള പെൻഗ്വിൻ പറഞ്ഞു, ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല. മനുഷ്യരുടെ ചില പ്രവർത്തനങ്ങളാണ് സമുദ്രത്തെ മലിനമാക്കുന്നത്, ഭൂമിയെ ചൂടാക്കുന്നത്. പക്ഷേ മനുഷ്യർക്കിടയിൽ ഇതിനെ മാറ്റാൻ ശ്രമിക്കുന്നവരുമുണ്ട്. ഒരു ദിവസം ദൂരെയുള്ള കരയിൽ നിന്ന് ചില മനുഷ്യരെത്തി. അവർ കടലിലുള്ള മാലിന്യങ്ങൾ ശേഖരിച്ചു, പ്ലാസ്റ്റിക് നീക്കി, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിച്ചു. അവരെ കണ്ടപ്പോൾ പങ്കുവിൻ്റെ മനസ്സിൽ പ്രതീക്ഷയുടെ ദീപനാളം തെളിഞ്ഞു. നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായല്ലോ എന്ന സന്തോഷം അവൻ കൂട്ടുകാരോട് പറഞ്ഞു. നാം നമ്മുടെ വീടിനെ സ്നേഹിക്കുന്നു, മനുഷ്യർ അതുപോലെ ഭൂമിയെ സ്നേഹിക്കണം. അവരത് മനസ്സിലാക്കിയാൽ നമുക്ക് സന്തോഷത്തോടെ കഴിയാം. അവൻ ആകാശത്തേക്ക് നോക്കി. നേരെ താഴെ ഉരുകാത്ത മഞ്ഞും ശുദ്ധമായ തെളിഞ്ഞ സമുദ്രവും സന്തോഷത്തോടെ നീന്തുന്ന പെൻഗ്വിനുകളും നിറഞ്ഞ ലോകം അവൻ സ്വപ്നം കണ്ടു. ചെറിയ കാര്യങ്ങൾ പോലും ലോകത്തെ മാറ്റിമറിക്കും എന്ന് തിരിച്ചറിഞ്ഞ പങ്കു നന്മയുള്ള മനുഷ്യരെ നോക്കി ചിറക് വീശി കാണിച്ചു. അവർ നന്മയുള്ള കരങ്ങൾ തിരിച്ചും വീശി.